അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ കൂടി പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. കഴക്കൂട്ടം .നെറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു തന്നതുപോലെ പരിശുദ്ധ ഖുർആൻ്റെ മഹത്വത്തെക്കുറിച്ച്, ഖുർആൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് ഈ പുണ്യ റമളാനിൽ നിങ്ങളുടെ മുമ്പിൽ ചില അറിവുകൾ പങ്കുവെക്കുകയാണ്. കണിയാപുരം മുസ്ലിം ജമാഅത്തിൻ്റെ ചീഫ് ഇമാം എന്ന നിലയ്ക്ക് ശ്രേഷ്ഠമായ ഈ ദിനരാത്രങ്ങളിൽ ഒരു സത്യവിശ്വാസി ധാരാളം പാരായണം ചെയ്യേണ്ട ഒരു പുണ്യകർമ്മമാണ് പരിശുദ്ധ ഖുർആൻ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും വമൻ ഖാന മരീളൻ ഔ അലാ സഫർ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത്. എല്ലാവർക്കും അറിയാം, പരിശുദ്ധ റമളാനിലാണ് അള്ളാഹു വിശുദ്ധ ഖുർആനെ ഇറക്കിയത്. ഖുർആൻ സത്യവിശ്വാസികൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഒരു കാരുണ്യവും അനുഗ്രഹവുമാണ്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. അത് മനസ്സിനൊരു ശാന്തിയാണ്, ഒരു കാരുണ്യമാണ്, രോഗത്തിന് ശമനമാണ്. ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ വാഖിഅ, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഒരു വീട്ടിൽ പതിവായി പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും എന്ന്. സൂറത്ത് യാസീൻ ഒരാൾ ഓതി അവൻ്റെ ഇഹപര വിജയത്തിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായും ആ പാരായണത്തിന് ശേഷമുള്ള ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് ആദരവായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആൻ്റെ 1/3 എന്ന് തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. അതുപോലെ ഓരോ സൂറത്തുകൾക്കും അതിൻ്റേതായ മഹത്വവും ശ്രേഷ്ഠതയുമുണ്ട്. ഖുർആൻ മുഴുവനായി ഓതാൻ കഴിയാത്തവർ അറിയുന്ന ചെറിയ സൂറത്തുകൾ, എത്രത്തോളം നാം നിർബന്ധമായി നമസ്കാരങ്ങളിൽ ഓതേണ്ട സൂറത്തുൽ ഫാത്തിഹ തന്നെ ആയിരക്കണക്കിന് തവണ ഓതിയാൽ തീർച്ചയായും അത് നമ്മുടെ ശാരീരിക മാനസികമായ അവസ്ഥകൾക്ക് നല്ലത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിശാചിന് ഭയമാണ്. സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ സമയത്താണ് പിശാച് ലഅനത്തുല്ലാഹി അലൈഹി ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. കാരണം സൂറത്തുൽ ഫാത്തിഹ എന്നത് തൗഹീദിൻ്റെ മുഖമുദ്രയാണ്. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഒരാൾ ധാരാളം പാരായണം ചെയ്താൽ, ഓതിയാൽ, അയാളുടെ ജീവിതത്തിൽ, അയാളുടെ കുടുംബജീവിതത്തിൽ, അയാളുടെ ഉപജീവന മാർഗങ്ങളിലെല്ലാം കാരുണ്യവാനായ സർവശക്തൻ്റെ അനുഗ്രഹവും അവൻ്റെ പ്രത്യേകമായ കാരുണ്യവും കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എനിക്ക് ഖുർആൻ മുഴുവനും ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ഓതാതെ മാറി നിൽക്കരുത്. ഈ പുണ്യമാസത്തിൽ നമുക്കറിയുന്ന സൂറത്തുകൾ, പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹ എങ്കിലും നിരവധി തവണ ഓതി, ചെറിയ സൂറത്തുകളായ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്, ഒരു മനുഷ്യനെ ബാധിക്കുന്ന എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും, കണ്ണേറ് പോലുള്ള മറ്റ് ഇടങ്ങേറുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടാൻ ഉതകുന്ന ഏറ്റവും നല്ല 2 സൂറത്തുകളാണ് മുഅവ്വദത്തൈനി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. അത് ഓതാമല്ലോ. 100 കണക്കിന് തവണ അത് ഓതി സർവശക്തനായ നാഥനോട് ദുആ ചെയ്യുക. വിശുദ്ധ ഖുർആൻ ഓതിയതിന് ശേഷം ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഈ പരിശുദ്ധമായ റമളാനിൽ ഈ പുണ്യ നിമിഷങ്ങളെ പരിശുദ്ധ ഖുർആൻ്റെ വരികൾ കൊണ്ട് ജീവിതമാക്കാൻ, അതിനെ ധന്യമാക്കാൻ, അതിനെ ജീവസുറ്റതാക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ തിരുനബി പറഞ്ഞു, അലിഫ് ലാം മീം ഒരക്ഷരമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിലെ അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്. ഒരാൾ അലിഫ് ലാം മീം എന്ന് വിശുദ്ധ ഖുർആൻ്റെ പരിശുദ്ധമായ ആ ഗ്രന്ഥം നോക്കി ഒരാൾ ഓതിയാൽ, അല്ലെങ്കിൽ ഖുർആനിലെ ആ ആയത്തുകളെ ഓതിയാൽ 30 പ്രതിഫലം അതിലൂടെ കിട്ടുകയാണ്. അപ്പോൾ ഖുർആൻ മുഴുവനും എത്ര അക്ഷരങ്ങളുണ്ട് എന്ന്
നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ധാരാളം പരിശുദ്ധ ഖുർആൻ ഓതാൻ 70 മുതൽ 700 വരെ, അതല്ല അതിൽ കൂടുതൽ, ഓരോരുത്തരുടെ ആത്മാർത്ഥതയ്ക്കനുസരിച്ച് പ്രതിഫലം കിട്ടുന്ന ഈ പുണ്യ റമളാനിൽ ധാരാളം ഖുർആൻ ഓതി നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടി സർവശക്തനോട് പ്രാർത്ഥിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒന്നുകൂടി പുണ്യ റമളാൻ്റെ ആശംസകൾ അറിയിച്ച് എല്ലാവരും ഈ സാധുവിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.